തിരുവനന്തപുരം ജില്ലയിലെ മാരനല്ലൂരിൽ നെയ്യാർ നദിയുടെ തീരത്ത് 2000 വർഷത്തെ പഴക്കവുമായി ഒരു പുണ്യസങ്കേതം. അരുവിക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. സാധാരണ അയ്യപ്പക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആചാരങ്ങളാലും ചരിത്രപരമായ പ്രത്യേകതകളാലും ഈ ക്ഷേത്രം ഭക്തർക്ക് സവിശേഷമായൊരനുഭവമാണ് സമ്മാനിക്കുന്നത്. പൂർണ്ണ പുഷ്കലാസമേതനായ ശ്രീ ധർമ്മശാസ്താവിനെ ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. ബ്രഹ്മചാരിയായ അയ്യപ്പനിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ശാസ്താവ് ഗൃഹസ്ഥ സങ്കല്പത്തിലാണ് കുടികൊള്ളുന്നത്. ഭക്തരുടെ ജീവിതത്തിൽ പൂർണ്ണതയും ഐശ്വര്യവും വിജയവും പ്രദാനം ചെയ്യുന്ന ഈ സങ്കല്പം ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ധർമ്മശാസ്താവിന്റെ ശൈവ വൈഷ്ണവ ചൈതന്യത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം ശ്രീവിഷ്ണുവിനും ഇവിടെ തുല്യ പ്രാധാന്യമാണ് നൽകിവരുന്നത്. രണ്ട് ചൈതന്യങ്ങളും ഒരുപോലെ കുടികൊള്ളുന്ന ഈ വൈവിധ്യം ഭക്തരിൽ ആത്മീയമായൊരു പ്രത്യേക അനുഭൂതി നിറയ്ക്കുന്നു. ക്ഷേത്രത്തിന്റെ ചുവരുകളിലെ വ്യാളീമുഖങ്ങളും പുരാതന ജീവികളുടെ ശില്പങ്ങളും ഈ ഇടത്തിന്റെ പഴക്കത്തിന് സാക്ഷ്യം നിൽക്കുന്നു. ശാസ്താംപാറയിലെ ശിലാലിഖിതങ്ങൾ ചരിത്രകുതുകികൾക്ക് ഇന്നും ഒരു വിസ്മയമാണ്. 2000 വർഷം പഴക്കമുള്ള ഈ പൈതൃകം ഗൗരവപൂർണമായ ചരിത്രപഠനങ്ങൾ അർഹിക്കുന്നു. നെയ്യാർ നദി ഇവിടെ വെച്ചതിന്റെ സ്വാഭാവിക ദിശ മാറുന്നു എന്നത് പ്രകൃതിദത്തമായൊരു വിസ്മയമാണ്. ശനിയാഴ്ചകളിൽ നടക്കുന്ന ഭക്തിനിർഭരമായ നീരാജനങ്ങളും 5 ദിവസം നീണ്ടുനിൽക്കുന്ന പൈങ്കുനി ഉത്സവവും ഈ ക്ഷേത്രത്തിന്റെ ആത്മീയ ശോഭ വർദ്ധിപ്പിക്കുന്നു. മിക്ക അയ്യപ്പക്ഷേത്രങ്ങളിലും ശാസ്താവ് ബ്രഹ്മചാരി സങ്കല്പത്തിലാണെങ്കിൽ ഇവിടെ പൂർണ്ണ പുഷ്കലാസമേതനായ ഗൃഹസ്ഥ ശാസ്താവായാണ് പ്രതിഷ്ഠ. ഇത് ഭക്തരുടെ ജീവിതത്തിൽ സകല കാര്യസിദ്ധിയും വിജയവും നൽകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തോട് ചേർന്നുള്ള ശാസ്താംപാറയിലെ ശിലാലിഖിതങ്ങൾ ആ പ്രദേശത്തിന്റെ ചരിത്രപരമായ പഴക്കത്തിലേക്കും സംസ്കാരത്തിലേക്കും വിരൽ ചൂണ്ടുന്ന പ്രധാന തെളിവുകളാണ്. ഈ പാറയിൽ കാണപ്പെടുന്ന ലിഖിതങ്ങൾ പുരാതനമായ വട്ടെഴുത്ത് ലിപിയിലാണെന്ന് കരുതപ്പെടുന്നു. മധ്യകാല കേരളത്തിൽ പ്രചാരത്തിലിരുന്ന ഈ ലിപിയിലാണ് പല പുരാതന ശാസനങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചരിത്രവും വിശ്വാസവും പ്രകൃതിഭംഗിയും ഒത്തുചേരുന്ന അരുവിക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം തീർച്ചയായും നാം സന്ദർശിക്കേണ്ട ഒരു പുണ്യയിടമാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 15-20 കിലോമീറ്റർ അകലെയാണ് മാരനല്ലൂർ സ്ഥിതി ചെയ്യുന്നത്.